നമുക്ക് ഉള്ളത് വെച്ച് സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതാണ് ലളിതമായ ഒരു ജീവിതം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, മക്കൾ ഇവരോടുകൂടി ഉള്ളതിൽ സംതൃപ്തരായി ജീവിക്കുക, അതാണ് വേണ്ടത്. അതല്ലാതെ എപ്പോഴും ഓൺലൈനിൽ നിന്ന് ഓരോന്ന് ബുക്കുകൾ ചെയ്തും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആഡംബരങ്ങൾ കാണിച്ചും നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ലളിത ജീവിതം എന്ന് പറയുന്നത് സന്യാസമല്ല. നമുക്ക് ഉള്ളതും കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക, അത് മതി. കുറോശയാണെങ്കിലും കൂട്ടിവെച്ച് നമുക്ക് പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക, അതാണ് ബുദ്ധിമാനായ ജീവിതം. അല്ലാതെ മറ്റുള്ളവരെ കണ്ടിട്ട് ഉടനെ പോയി ബാങ്ക് ലോൺ എടുക്കുക, ബാങ്കുകാർ ഇഷ്ടം പോലെ ലോൺ തരാനൊക്കെ നമ്മുടെ പുറകെ വരുമെന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷേ നമുക്ക് ഒരു തിരിച്ചടവ് മുടങ്ങിയാൽ മതി അവരുടെ സ്വഭാവം നമുക്ക് കാണാൻ പറ്റുന്ന, ഇല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കുക, അതിൻ്റെ പുറകെ പോകണോ? ആൾക്കാരിൽ നിന്ന് പണം മേടിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന, അപ്പോൾ അത് വേണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പൊക്കോളും, നമ്മുടെ കുടുംബവും സന്തോഷമായിട്ട് പൊക്കോളും, നമ്മുടെ മക്കളും സന്തോഷത്തോടെ ജീവിക്കും. അതല്ലെങ്കിലുണ്ടല്ലോ, അർഫാനെ പോലെയൊക്കെ പിന്നീട് നമ്മൾ വലിയ ബാധ്യതകളിലേക്ക് ആയിപ്പോയി. പിന്നെ അവനാണല്ല, ഇവനാണ്, അവളാണ്, ഇവളാണ് എന്നൊന്നും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. കടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ എളുപ്പമാണ്, അത് പക്ഷേ വീട്ടിയെടുക്കാനാണ് അതിലേറെ പാട്. അല്ലേ? ശരിയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പം നമ്മൾ ലളിതമായിട്ട് ജീവിക്കാൻ പഠിക്കുക. അത് അമ്മയാണേലും മക്കളാണേലും ഭർത്താവാണേലും ആരാണെങ്കിലും.